എല്ലാവർക്കും സുഖാണ് വിചാരിക്കുന്നു. ഇതൊരു ഈദ് വ്ളോഗാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഈദ് മുബാറക്ക്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതായത് ഈദിൻ്റെ തലേന്ന് രാത്രിയുള്ള വിശേഷങ്ങളാണ് കേട്ടോ. രാത്രി നമ്മൾ എന്താ പറയുക പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മാംഗോ വെച്ചിട്ട്. അപ്പം പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പാല് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇപ്പുറത്തുനിന്ന് മാങ്ങ കട്ട് ചെയ്യുന്നുണ്ട്. ഈ പുഡിങ്ങിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ടേസ്റ്റ് മാംഗോൻ്റെ ആയിരിക്കണം, അതായത് മാങ്ങേൻ്റെ ആയിരിക്കണം. അപ്പോൾ മാംഗോ കുറച്ച് 3 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. 3 മാങ്ങ ഇതേപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ഇടാം. ഇത് നമ്മൾ രണ്ടും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പഞ്ചസാരയും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, മിൽക്ക് മെയ്ഡും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇത് രണ്ടും നിങ്ങൾക്കിടാം. അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് മാത്രം ഇടാം, അല്ലെങ്കിൽ പഞ്ചസാര മാത്രം ഇടാം. പക്ഷേ എങ്ങനെയാണെങ്കിലും മിൽക്ക് മെയ്ഡ് ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അതുകൊണ്ട് നമ്മൾ 3/4 ഭാഗത്തോളം അല്ലെങ്കിൽ പകുതിയോളം മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പുഡിങ്ങിന് വേണ്ടിയിട്ട്. ഈ പുഡിങ്ങിൽ നമ്മൾ 3 ലെയറാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും താഴെ നമ്മൾ വെച്ചിട്ടുള്ളത് ബ്രെഡാണ്. ബ്രെഡ് വെച്ചു, അതിൻ്റെ മേലെ നമ്മൾ പാലും അതേപോലെ മാംഗോ നമ്മൾ ജ്യൂസ് അടിച്ച് പ്യൂരാക്കിയിട്ടുണ്ടല്ലോ അതും മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് സെക്കൻഡ് ലെയർ. പിന്നെ തേർഡ് ലെയർ വിപ്പിംഗ് ക്രീം ചേർക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വിപ്പിംഗ് ക്രീം ഇടാം. നമ്മളിവിടെ വിപ്പിംഗ് ക്രീം ഇല്ലാത്തതുകൊണ്ട് കോൺഫ്ലോറും പാലും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ സേമിയോ അല്ലെങ്കിൽ വേർമിസെല്ലിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് മേലെ ഇടാം. നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം തന്നെ പറയാം, ഇത് കറക്റ്റ് റെസിപ്പി അല്ല. നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം കേട്ടോ. അതേപോലെ നിങ്ങൾ കമൻ്റായിട്ട് പറയാം റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ. നമ്മൾ പുഡിങ്ങും അതേപോലെ മൈലാഞ്ചി ഇടലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 2 മണിയോടെ അടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കാൻ ചിലപ്പോൾ ഈസി ആയിരിക്കും, അത് എളുപ്പമായിട്ട് നമുക്ക് പറ്റും. ഒരു 2 ആൾക്കാരുണ്ടെങ്കിൽ എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യുക ഫുഡ് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ക്ലീനിങ് ആണ് ഏറ്റവും വലിയ ടാസ്ക്. ഒന്നാമത് ഇതേപോലെയുള്ള സ്വീറ്റായിട്ടുള്ള എന്തെങ്കിലും റെസിപ്പി നമ്മൾ പുതുതായിട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ പ്രത്യേകിച്ച് അധിക പണിയായിരിക്കും. ഒന്നാമത് ക്ലീനിങ് ആയിരിക്കും ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം നമ്മൾ സ്വീറ്റായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ തറയിലേക്കോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലേക്കോ വീണ് കഴിഞ്ഞാൽ വേഗം തന്നെ അവിടെ ഉറുമ്പ് വരാൻ തുടങ്ങും. പിന്നെ അത് പറ്റിപ്പിടിച്ച് ഒരു കറിയാപ്പ് പെട്ടെന്ന് എല്ലാം ക്ലീൻ ചെയ്യേണ്ടി വരും. അത് ക്ലീൻ ചെയ്യാനാണെങ്കിലോ നല്ല പാടുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഏകദേശം 2 മണിയോടെ അടുത്തിട്ടുണ്ടായിരുന്നു. മൈലാഞ്ചി ഇട്ട് കഴിയുക, പുഡിങ് ഉണ്ടാക്കി സെറ്റാക്കി വെക്കുക, എല്ലാം കൂടി കഴിയുമ്പോഴത്തേക്ക് 2 മണിയായിട്ടുണ്ടായിരുന്നു. ഈ കണ്ണിലിങ്ങനെ ഉറക്കം വന്ന് ഇങ്ങനെ തൂങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ പുതിയ വീട്ടിലത്തെ ആദ്യത്തെ പെരുന്നാളാണ്. അപ്പോൾ അത് കുറച്ച് നല്ല രീതിയിൽ തന്നെ നടന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് പുഡിങ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ പുഡിങ് ഒന്നും ഉണ്ടാക്കുക ഈ സമയത്ത് പുഡിങ് ആക്കണ്ട എന്ന രീതിയിലുണ്ടായിരുന്നു. കൊടിയില അതായത് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ആദ്യത്തെ പെരുന്നാളാണ്. അപ്പം അത് കുറച്ചും പുഡിങ്ങും പായസമൊക്കെ ആക്കിയിട്ട് അങ്ങനെ നമ്മൾ ഈദ് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതുകൊണ്ടാണ് പുഡിങ് ഉണ്ടാക്കിയത്. പിന്നെ അതേപോലെ തന്നെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോസ് അങ്ങനെ ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു വീഡിയോ ആയിട്ട് വ്ളോഗായിട്ട് എടുക്കാൻ പറ്റിയ വീഡിയോസ് ഒന്നുമില്ല. പക്ഷേ ക്ലീനിങ്ങിൻ്റെയും പിന്നെ വീട്ടിൻ്റെ പണി നടക്കുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാനതൊരു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ആദ്യം ഈദിൻ്റെ വ്ളോഗ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാട്ടോ ഈദിൻ്റെ വ്ളോഗ് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈദിൻ്റെ രാവിലത്തെ വിശേഷം. രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഉമ്മ ബിരിയാണി ആക്കാൻ വേണ്ടി പോയി. ഓരോരുത്തർ ഓരോ ഡ്യൂട്ടി എടുത്തു. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പണി തീർക്കാൻ പറ്റും, ഓരോരുത്തർ ഓരോ ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത്. പിന്നെ നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് ആൾക്കാർ വരുന്ന സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, വിരുന്നുകാർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇതേപോലെ ചോക്ലേറ്റ്സും പിന്നെ അതേപോലെ തന്നെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പായസം ഉണ്ടാക്കാൻ കാരണം
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പെരുന്നാളാണ്. അതുകൊണ്ടാണ് പായസം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അവിടുന്ന് ഉമ്മ ബിരിയാണി ആക്കുന്നുണ്ട്. ഇപ്പുറത്തുനിന്ന് ഞാൻ ഉമ്മാനെ സഹായിക്കുന്നുണ്ട്. ഉമ്മ അപ്പുറത്തുനിന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഇപ്പുറത്തുനിന്ന് എന്താ പറയുക മസാല ഉണ്ടാക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നമ്മൾ 3 ആൾക്കാരും കൂടിയിട്ട് ഞാൻ, ഉമ്മ, അനിയത്തി, നമ്മൾ 3 കൂടിയിട്ടാണ് പെട്ടെന്ന് പണി തീർക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ഓരോരുത്തർ ഓരോ ഡ്യൂട്ടി ഏറ്റെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു. പണിയും കുളിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുക്കളയിൽ ഏകദേശം ഒതുക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്യാൻ പോയി. പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ ബിരിയാണീൻ്റെ ദം പൊട്ടിക്കുക ഒരു ചടങ്ങാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ പുഡിങ്, നമ്മൾ രാത്രി ഉണ്ടാക്കി വെച്ച പുഡിങ് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഡ്രസ്സൊക്കെ ഇട്ടിട്ടോ, ഞാൻ ഡ്രസ്സിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പം ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പുഡിങ് കഴിച്ചു. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഫുഡ് ഞാനും ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നത്. ഉമ്മയും അനിയത്തി കഴിച്ചിട്ട് അവർ അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തറവാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ തറവാട്ടിൽ നിന്നും അധികം വ്ളോഗും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ നിന്ന് പുഡിങ്ങും കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുള്ളത്. അവിടെ എത്തിയ പാട് നമ്മൾ ഒരു ജ്യൂസും കുടിച്ചിട്ട് പിന്നെ ബീച്ചിലേക്കാണ് അവിടുത്തെ എല്ലാവരും കൂടിയിട്ട് നമ്മൾ ബീച്ചിലേക്ക് പോയി. ബീച്ച് എന്ന് പറയുമ്പോൾ കടൽ, അതായത് എത്ര കണ്ടാലും മതി വരാത്ത ഒന്നാണല്ലേ. നമുക്ക് ഇപ്പോൾ എല്ലാ ദിവസവും പോയാലും മടുക്കാത്ത ഒന്ന്. എല്ലാവർക്കും ഇങ്ങനെയാണെന്ന് അറിയില്ല, എനിക്കങ്ങനെയാണ്. ഇപ്പോൾ എത്ര ദിവസം പോയാലും ബീച്ച് എന്നുള്ളത്, ഈ കടൽ, ബീച്ചിലിങ്ങനെ ഇരിക്കുക, അതൊന്നും മടുക്കാത്തൊരു കാര്യമാണ് എനിക്ക്. ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുറച്ചധികം സമയം നമ്മളെല്ലാവരും ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾ ബീച്ചിൽ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആരും വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല. ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ പറ്റില്ല, കാരണം നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ഫോട്ടോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എല്ലാവരും വർത്തമാനം പറയുന്ന തിരക്കിലായതുകൊണ്ട് അധികം ഫോട്ടോസൊന്നും ആരും എടുത്തിട്ടുമില്ല. പിന്നെ ബീച്ച് എന്ന് പറയുന്നത് ഹസ്ബൻഡ് വീട്ടിൻ്റെ അടുത്താണ്. നമുക്ക് വണ്ടി പിടിച്ച് പോകണമെന്ന് ആവശ്യമില്ല, നടന്നിട്ട് പോയാൽ മതി. അപ്പോൾ നടന്നിട്ടാണ് എല്ലാവരും പോയിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബീച്ചിൽ നിന്ന് നമ്മൾ നേരെ പോയത് ഉപ്പാൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്കായിരുന്നു. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഏട്ടൻ്റെയും വീട്. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രിയാണ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയത് കേട്ടോ. ഹസ്ബൻഡ് വീട്ടിലേക്ക് എത്തിയത് രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.